ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ നമ്പർ 25 പോവാണ്. ജനുവരി 29 ഷിഫ്റ്റ് 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇതെവിടുന്നാണ് വന്നതെന്ന് നോക്കട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എസ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x + 1 ആണ്. ദെൻ സിഗ്മ എക്സ് ബിലോങ്സ് ടു എസ് 2x - 1 ദി ഹോൾ സ്ക്വയർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളത് എസ് എന്ന് പറയുന്നൊരു സെറ്റാണ്. ആ സെറ്റിനകത്ത് എക്സുകളുണ്ട്. ഈ എക്സുകളൊക്കെ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് മേ ബി കുറേ എക്സുകൾ കിട്ടാം. നിങ്ങൾക്ക് എത്ര എക്സുകൾ കിട്ടുന്നുണ്ടോ ആ എക്സുകളൊക്കെ ഓരോന്നായിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് 2x - 1 ഹോൾ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന റിസൾട്ടുകളുടെ സമ്മാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു 4 എക്സുകൾ കിട്ടിയെന്ന് വിചാരിക്കും. 4 എക്സുകളിൽ ഓരോ എക്സുകൾ ഓരോ പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഹോൾ സ്ക്വയർ വരെ കാൽക്കുലേറ്റ് ചെയ്യണം. 2x - 1 കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക. അത് മാറ്റി വെക്കുക. അടുത്തത് എക്സിന് അടുത്ത വാല്യൂ ഇട്ട് കൊടുക്കുക. 2x - 1 ഹോൾ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക, മാറ്റി വെക്കുക. ഇങ്ങനെ എത്ര എക്സുകളുണ്ടോ ഇതൊക്കെ അതിനകത്ത് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്റി വെച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ടോട്ടൽ സം എടുക്കുക. അതാണ് നമ്മുടെ സിഗ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. നോക്കടാ, കോസ് ഇൻവേഴ്സ് എക്സ് = പൈ പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സിനെ ഞാൻ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ എഴുതാണ്, π/2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി. കാരണം സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് = π/2 ആണ് വിതിൻ ദി ലിമിറ്റ്. അതിൻ്റെ ലിമിറ്റൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. -π/2 to π/2 പ്ലസ്. ഇനി ഇവിടെ നോക്കുക, ഇതിന് നമ്മൾ എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് ഓഫ് 2x + 1 ആണ്. ഓക്കെ, ഞാൻ ഈ കോസ് ഇൻവേഴ്സ് എക്സിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഐ ഗെറ്റ് 2 കോസ് ഇൻവേഴ്സ് എക്സ് അല്ലടാ. ദാറ്റ് = റൈറ്റിൽ π + π/2 ഉണ്ട്. അത് എത്രയാണ്? 3π/2 ആണ്. 3π/2 പ്ലസ് എന്തുണ്ട്? 3π/2 പ്ലസ് ബാക്കിയുള്ള സൈൻ ഇൻവേഴ്സ് ഓഫ് 2x + 1 ആണ്. ഇതിന് ഞാൻ കോസ് 2 × ആൽഫ എന്നെടുത്തു. ദാറ്റ് = 3π/2 പ്ലസ് ബീറ്റ എന്നെടുത്തു. ശ്രദ്ധിക്കണേ, ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. ദാറ്റ് ഇംപ്ലൈസ് x = കോസ് ആൽഫ എന്ന് മനസ്സിലാക്കുക. അതുപോലെ ബീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x + 1 ആണ്. അതിനർത്ഥം സൈൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2x + 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡും കോസ് അപ്ലൈ ചെയ്യുമ്പോൾ cos 2 alpha = cos of 3π/2 പ്ലസ് ബീറ്റയാണ്. നിങ്ങൾക്കറിയാം 3π/2 പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ അത് 4th ക്വാഡ്രന്റിലാണ്. 4th ക്വാഡ്രന്റിൽ ASTC റൂൾ പ്രകാരം കോസ് പോസിറ്റീവാണ്. അപ്പോൾ ഇതിന് cos 2 ആൽഫയെ നമുക്ക് എങ്ങനെ എഴുതാടാ? cos 2 ആൽഫയെ നമുക്ക് 2 cos square alpha - 1 എന്ന് എഴുതിക്കൂടെ? ബൈ ട്രിഗണോമെട്രിക് ഫോർമുല. ദാറ്റ് = cos 3π/2 പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ബീറ്റ അല്ലേ? ശരിയല്ലേ മക്കളെ? അപ്പോൾ നോക്കടാ, കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് 2x² - 1 എഴുതാം. സൈൻ ബീറ്റ എന്ന് പറഞ്ഞാൽ 2x + 1 ആണ്. അപ്പോൾ 2x + 1 എഴുതാം. അപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലേക്ക് കിട്ടിയില്ലേ? അല്ലേ? സൗകര്യമായില്ലേ? അപ്പോൾ നമുക്ക് എന്താ ഉള്ളത്? 2x² - 1 = 2x + 1 ആണുള്ളത് അല്ലേ? 2x + 1 ആണ്. അപ്പോൾ ഇതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് സോൾവ് ചെയ്യുമ്പോൾ 2x² - 2x - 1 - 1 - 2 ദാറ്റ്സ് = 0. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x² - x - 1 = 0. അപ്പോൾ ഇതിന് നിങ്ങൾ ഫാക്ടറൈസേഷൻ ചെയ്യണം. ഫാക്ടറൈസേഷൻ ചെയ്യാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ x = -b ± √b² എന്ന് 1 -4ac എന്ന് പറഞ്ഞാൽ +4 വരും, /2 വരും. സോ x = 1 + √5/2 വരും അല്ലേ? അതുപോലെ 1 - √5/2 വരും. എടാ, ഇത് റിജക്റ്റഡ് ആണ്. കാരണം എന്താണ്? 1 - √5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1 - √5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റേഞ്ചിനകത്ത് വരുമോ? ഓക്കെ, 1 - √5/2 വരും. 1 + √5/2 വരില്ല അല്ലേ? അപ്പോൾ നോക്കാം, ഇവിടെ രണ്ട് വാല്യൂസ് കിട്ടും. ഒന്ന് 1 - √5/2, ഒന്ന് 1 + √5/2. ഇത് വരില്ല. കാരണം എന്താണ്? √5 എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് ആണ്. സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ, 2 പോയിന്റ് സംതിങ് ആണ്. 2 പോയിന്റ് സംതിങ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 പോയിന്റ് സംതിങ് ആണ്. 3 പോയിന്റ് സംതിങ് /2 എന്ന് പറഞ്ഞാൽ 1.5 സംതിങ് ആണ്. നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗണോമെട്രി ആണ് അല്ലേ? സൈൻ കോസ് ആണ്. സോ ഒരിക്കലും അതിൻ്റെ വാല്യൂ 1നേക്കാൾ കൂടുതലായിട്ട് പോകാൻ പാടില്ല. സോ ക്ലിയർലി ദിസ് ക്യാൻ ബി റിജക്റ്റഡ്. ഇതിനെ നമ്മൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എക്സ് എടുക്കാവുന്നത് 1 - √5/2 എന്നാണ് അല്ലേ മക്കളെ? അപ്പോൾ എക്സിന് ഈ ഒരൊറ്റ വാല്യൂ പോസിബിൾ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എക്സിന് വേറെ വാല്യൂകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ എക്സിന് എന്ത് ചെയ്യുക? 2x - 1 ഹോൾ സ്ക്വയറിൽ ഇട്ട് കൊടുത്താൽ മതി. എന്ത് സം ചെയ്യാനൊന്നുമില്ല, അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ തന്നെ കണ്ടെത്താൻ പറ്റും. എന്താ കണ്ടെത്താൻ പറ്റുക? 2x - 1 = -√5 എന്നാണ് കിട്ടുക. അപ്പോൾ ഒന്ന് സ്ക്വയർ ചെയ്തേ. 2x - 1 ഹോൾ സ്ക്വയർ ഇതല്ലേ നമുക്ക് വേണ്ട സിഗ്മ എന്ന് പറയുന്നത്. ദാറ്റ്സ് = -√5² എത്രയാടാ?
5 അല്ലേ? മൈനസിനെ സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. √5² = 5. അപ്പോൾ നമുക്ക് ആകെ ഒരു വാല്യൂ ഉള്ളൂ. അപ്പോൾ σ2x - 1 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒറ്റൊരു വാല്യൂ ഉള്ളൂ. ഏതാണത്? 5 ആണ്. സോ വാട്ട് ഈസ് ദി ആൻസർ? ദി ആൻസർ ഈസ് 5. മക്കളിത് ക്ലിയർ ആയോ? അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അത്യാവശ്യം ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അത്ര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ല. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ധാരാളം ചെയ്ത് പഠിക്കുക. 25-ലെ 25-ലൊക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസുകളുണ്ട്. എസ്പെഷ്യലി നമ്മൾ 25-ലെ എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ എക്സാമുകളൊക്കെ എഴുതുക കേട്ടോ. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.